ഹലോ കൂട്ടുകാരെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കാണുക, അതുപോലെ ലൈക്കും സബ്ബൊക്കെ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അതാ നമ്മൾ രാവിലെ തന്നെ നമ്മൾ നല്ല അരിയെ കലക്കി പാർന്ന അപ്പമാണ് കേട്ടോ ഒന്ന് ചായക്ക് കടി. അപ്പോൾ നമ്മളിതാ അരിയൊക്കെ അരച്ച് ഇതുപോലെ കുറച്ച് നല്ല ലൂസിൽ വേണം കേട്ടോ അരച്ച് റെഡിയാക്കാൻ. പിന്നെ നമ്മൾ ഈ ഒരു അപ്പത്തിന് അരി അരക്കുമ്പോൾ കുറച്ച് തരിയോട് കൂടി അരക്കാവും നല്ലത്. അപ്പോഴേ നമ്മൾ അപ്പം ഒഴിക്കുമ്പോൾ ഇങ്ങനെ തരി ഹോള് ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ അപ്പത്തേക്ക് കറി എന്ന് പറഞ്ഞാൽ നല്ല ചെറിയ അയില കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറേ ദിവസമായി നമ്മൾ മീൻ കറിയൊക്കെ വെച്ചിട്ടും കഴിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ മീനൊക്കെ ഉണ്ട് പുതിയാണ്. പെരുന്നാൾ കഴിഞ്ഞിട്ട് വെറും ബീഫും ചിക്കനും ഒക്കെ ആയിട്ട് ഇപ്പം മീനാണ് കേട്ടോ പുതി. അപ്പോൾ ഇന്ന് എന്തായാലും ഇതാ നമ്മൾ അടിപൊളി ഒരു അയിലക്കറി അപ്പമാണ് കേട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട്. അപ്പോൾ എന്തായാലും ഇതാ നമ്മൾ മീനൊക്കെ നന്നാക്കി അവിടെ വെച്ചിട്ടുണ്ട്. ഒരു അടുപ്പിൽ ഇതാ അപ്പം ചുടണുണ്ട്, ഒരടുപ്പിൽ നമ്മൾ മീൻ കറിക്കായിട്ടുള്ള ചട്ടി വെച്ചിരിക്കണം. അതിൽ കുറച്ച് കടുകും ഉലുവയൊക്കെ ഇട്ടിട്ട് ഇതാ നല്ലതുപോലെ പൊട്ടി വന്നതിന് ശേഷം കുറച്ച് ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ നല്ല ചെറുതാക്കി അരിഞ്ഞതാട്ടോ അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേനും നമ്മളിതാ ഉള്ളി അരിഞ്ഞത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അപ്പം ഇതുപോലെ ഇങ്ങനെ ചൂടലും എടുക്കലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പുറത്തെ ഗ്യാസിൽ. അപ്പോൾ എന്തായാലും ഇതാ നമ്മൾ ഉള്ളിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു മുളക് കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അയില പുളി നല്ല എരിവൊക്കെ ഇട്ടിട്ട് എരിവും പുളിയൊക്കെ പാർന്ന് നല്ല അടിപൊളി ഒരു കറി തന്നെയാണ്. അപ്പോൾ എന്തായാലും അപ്പം അതാ ചുട്ടുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പം നല്ല രസമാട്ടോ ഇത് ചൂടോക്കാൻ ഇങ്ങനെ കട്ടൻ ചായയിലൊപ്പി കഴിക്കാനാട്ടോ ഈ അപ്പം രസം. എനിക്ക് അങ്ങനെയാണ് കേട്ടോ. എനിക്ക് ഈ അപ്പത്തിന് കറി വേണമെന്നൊന്നുമില്ല, പക്ഷേ കറി ഉണ്ടെങ്കിൽ രസം തന്നെയാണ്. മീൻ കറി ആകുമ്പോൾ ഒന്നുകൂടി രസമാകും കേട്ടോ. അങ്ങനെ ഇതാ നമ്മളെ അപ്പം ചുടലും കറിയും ഒക്കെ ആക്കി കഴിഞ്ഞതിന് ശേഷം നമ്മളെ കുറുമ്പൻ സാറ് വന്നിക്കണം കേട്ടോ. മദ്രസ വിട്ട് വന്നാണ്. അപ്പോൾ ഇനി ഓന് സ്കൂൾക്കുള്ളത് ഒരുക്കണം. അങ്ങനെ ഇതാ നമ്മൾ കുറേ പാത്രങ്ങളുണ്ട് കേട്ടോ. ചായ കൂടി കഴിഞ്ഞാൽ കുറേ പാത്രങ്ങളുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കഴുകി വെക്കട്ടെ. അപ്പോൾ ഓന് അപ്പം വേണ്ടാന്ന് പറഞ്ഞിട്ട് ആകെ ഒരു അപ്പാട്ടോ കഴിച്ചത്. അപ്പോൾ ഓൻ തന്നെ വേഗം കടയിലൊക്കെ പോയിട്ട് ഇതാ ഒരു നൂഡിൽസും പിന്നെ അവന് സാധനം വാങ്ങാൻ പോകണമെങ്കിൽ അവന് ടിപ്പ് കൊടുക്കണം കേട്ടോ. അതാണിപ്പോൾ വല്ലാത്ത അവസ്ഥ. അപ്പോൾ ഇതാ ഒരു ബബിൾക്കം വാങ്ങിയിട്ട് അതിങ്ങനെ തൊള്ളയിലിട്ട് കോപ്രായങ്ങൾ ഇങ്ങനെ കാട്ടി നടക്കുക കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഉണ്ടാക്കിക്കോളാം എന്നൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഗ്യാസുമ്മ പരിപാടി ഇരിക്കണ്ട, ഞാനൊന്ന് അങ്ങോട്ട് തിരിഞ്ഞേക്കണ ഓനെ അത് കത്തിക്കുകയും ചെയ്തു കേട്ടോ. ഗ്യാസ് കത്തിക്കാനും പഠിച്ചിക്കണു കേട്ടോ. എന്നാൽ ഈ എന്നെ മുഴുവനായിട്ട് ഉണ്ടാക്കിക്കോന്ന് പറഞ്ഞ് ഞാൻ ആ മാഗി പാക്ക് അവിടെ വെച്ചെടുത്തിക്കണ്. പക്ഷെ അവൻ്റെ കോപ്രായങ്ങൾ കണ്ടിട്ട് ആരും ചിരിക്കരുത് കേട്ടോ. പല്ല് നല്ല അടിപൊളി പല്ലുകളാണ്, 2 പല്ല് മുന്നിലില്ല കേട്ടോ. പിന്നെ ഇപ്പോൾ വന്ന പല്ലുകളൊക്കെ ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും ആകിയത് റെഡിക്കൊന്നും വന്നിട്ടില്ല. ആദ്യം ചെറിയ കുട്ടിയായിരുന്നത്തെ പല്ലായിരുന്നു നല്ല ഭംഗി കേട്ടോ. ഇപ്പോൾ പറഞ്ഞു പോയി വരുന്ന പല്ലൊക്കെ വലിപ്പമുള്ള പല്ലാണ്. പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് കേട്ടോ പല്ല് മുളക്കണ തന്നെ. അത് പറഞ്ഞ് ഞങ്ങൾ കളിയാക്കി അപ്പം കരയണം കേട്ടോ, പല്ല് രസമല്ല അങ്ങനെയൊക്കെ പറഞ്ഞാൽ. അങ്ങനെ ഇതാ നമ്മളെ മാഗിക്കുള്ള വെള്ളമൊക്കെ അവിടെ വെച്ചിട്ടോ അവൻ എന്തൊക്കെയായി കാട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അതൊന്ന് ഉണ്ടാക്കി കൊടുത്ത് അങ്ങോട്ട് അടുക്കളയിൽ നിന്ന് അങ്ങോട്ട് ആട്ടി വിട്ടാൽ പിന്നെ അവൻ്റെ സ്വൈരക്കേട് ഉണ്ടാവില്ല, അവിടെ ഇരുന്ന് കഴിച്ചോളും. അങ്ങനെ ഇതാ നമ്മൾ മാഗിൻ്റെ മസാലപ്പൊടിയും മാഗിയും ഒക്കെ പൊട്ടിച്ചിട്ട് കൊടുത്ത് അതൊന്ന് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. വേറെ ഒന്നും ഇടില്ല കേട്ടോ, ആ മാഗിൻ്റെ മസാല മാത്രമേ ഇടാൻ ആയിക്കോളൂ കേട്ടോ. അതിൽ നമ്മൾ ഉള്ളിയും തക്കാളി ക്യാരറ്റ് അങ്ങനെയൊക്കെ ഇടുമല്ലോ, അതൊന്നും ഇഷ്ടമല്ല കേട്ടോ. അതൊന്നും ഇട്ടാൽ ചിലപ്പോൾ തിന്നൂല. അതുകൊണ്ട് ആ പൊടി മാത്രം ഇട്ടിട്ടാണ് ഞാൻ ഉണ്ടാക്കി കൊടുക്കാറ് കേട്ടോ. അവനങ്ങനെയാണ് ഇഷ്ടം. പിന്നെ നമ്മൾ ഇപ്പി നൂഡിൽസാണ് കേട്ടോ, അതിൽ കുറേ ബീൻസ് ക്യാരറ്റിൻ്റെ അംശങ്ങളൊക്കെ ഇങ്ങനെ കാണാം കേട്ടോ. അപ്പം എന്തായാലും നമ്മളെ ചായ കൂടിയും മീൻ കറി ഒക്കെ ആയി. മോനൊക്കെ പറഞ്ഞതിന് ശേഷമാണ് കേട്ടോ അത്. അപ്പോൾ ഇതാ ചോറിനൊക്കെ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിതാ വെള്ളമൊക്കെ ചൂടായി വന്നപ്പോൾ ഞാൻ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ചോറിനുള്ള കറി ഇതൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പത്തേക്ക് നമ്മൾ മീൻ കറി വെച്ചിരുന്നതുണ്ട്. പിന്നെ കുറച്ച് സമയം കഴിയുമ്പോൾ ഇതാ കുറച്ച് പാലെടുത്തിട്ട് എന്തെങ്കിലും ഒരു ജ്യൂസ് അടിക്കാനോ പോയത് കേട്ടോ. പക്ഷേ അപ്പോൾ ഈ തണുപ്പാവുകൊണ്ട് നമുക്ക് ചുമയും ഇതൊക്കെ ആയതുകൊണ്ട് പിന്നെ ജ്യൂസ് കുടിക്കേണ്ട വെച്ചു. പിന്നെ നമ്മൾ വേഗം അതൊന്ന് തിളപ്പിച്ചിട്ട് കുറച്ച് ഹോർലിക്സും കൂടിയൊക്കെ ഇട്ട് കലക്കി കുടിച്ചിട്ടോ. ആദ്യത്തെ അത്ര ഒരു ഉഷാറൊന്നും കിട്ടണില്ല കേട്ടോ. അപ്പം ഇനി എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഹോർലിക്സും ബൂസ്റ്റൊക്കെ കുടിച്ചിട്ട് ഒന്ന് ഉഷാറാവണം. അപ്പോൾ എന്തായാലും ഇതാ നമ്മൾ മിന്നൂസിനാണെങ്കിൽ ഹോർലിക്സിൻ്റെ മണം കിട്ടിയാൽ മതി കേട്ടോ, അങ്ങനെ കടന്ന് കരയിട്ടോ. അപ്പോൾ ഞാനത് ചൂടാറാനൊന്നും നോക്ക് ഒഴിവില്ല കേട്ടോ. അപ്പോൾ നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ വെച്ചാൽ ആറിക്കോളും തന്നെ സംഭവം എന്ന് പറഞ്ഞ് കൊടുത്തപ്പോൾ ഓടിപ്പോയി മേശൻ്റെ ചുവട്ടിൽ ഒളിച്ചിരിക്കണം കേട്ടോ. ഓ കാരയിലൊന്ന് കണ്ടാൽ ഇങ്ങനെ കളിക്കണം കേട്ടോ, നല്ല ഇഷ്ടമാണ്. അപ്പോൾ എനിക്കതിനൊന്നും നേരമല്ല, ഞാൻ പോകുകയാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മുടെ ആ ചോറൊക്കെ വെന്തിക്കണം, അതൊന്ന് ഊറ്റിയെടുക്കണം. പിന്നെ നമുക്ക് ഉപ്പേരിക്ക് കുറച്ച് മുരിങ്ങ ഉണ്ട് കേട്ടോ. അപ്പോൾ മുരിങ്ങ അത് 2
ദിവസം മുന്നേ കിട്ടിയ മുരിങ്ങയാണ്. ഞാനത് ഊരിയിട്ട് അങ്ങനെ അവിടെ ബോക്സിൽ അങ്ങനെ ആക്കി വെക്കും, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ വാടിയിട്ടോ ചീഞ്ഞിട്ടൊന്നും ഇരിക്കില്ല കേട്ടോ, നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ തണുപ്പല്ലേ, അതുകൊണ്ടാവും തോന്നുന്നുണ്ട് മുരിങ്ങക്ക് കംപ്ലൈൻറ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. ചിലപ്പോൾ നമ്മൾ കവറിലൊക്കെ ഇങ്ങനെ കെട്ടി വെക്കുമ്പോൾ ഒരു പനിച്ചൂര് വരും കേട്ടോ. ഇതിപ്പോൾ ഒന്നും സംഭവിച്ചില്ല. ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിലാക്കിയിട്ടാട്ടോ വെച്ചത്, ഒരു കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും ഇതാ ചോറൂറ്റലൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് മുരിങ്ങ ഞാനിന്ന് വെറുതെ ഒന്ന് വെള്ളം വറ്റിക്കുക ചെയ്യുന്നത് കേട്ടോ. കുറച്ച് ഉള്ളിയും പച്ചമുളകും എണ്ണയ്ക്ക് ഇട്ടിട്ട് ഒന്ന് വാട്ടുക. എന്നിട്ട് നമ്മൾ മുരിങ്ങ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് കഞ്ഞിവെള്ളം ഉപ്പിട്ടിട്ട് ഒന്ന് വറ്റിച്ചെടുക്കുക ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ഉള്ളിയും പച്ചമുളകൊക്കെ വാടിയതിന് ശേഷം ഇതാ നമ്മൾ മുരിങ്ങ അങ്ങോട്ട് ഇട്ട് കൊടുത്തിക്കണ്. ഇനി കുറച്ച് പാകത്തിലുള്ള ഉപ്പും കഞ്ഞിൻ്റെ വെള്ളവും ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ താളിപ്പ് പോലെ അല്ല, എന്നാൽ താളിക്കണ പോലെയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളത്തിൽ കേട്ടോ. അപ്പോൾ മീൻകറി ഉണ്ടല്ലോ, അപ്പോൾ ഇതും താളിച്ച് കഴിഞ്ഞാൽ പിന്നെ രണ്ടും ചിലപ്പോൾ ഇലക്കറി കഴിക്കൂല കേട്ടോ. മീൻകറി കണ്ടാൽ പിന്നെ അവിടെ ആർക്കും ഇഷ്ടമല്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇങ്ങനെ ഒരു വറ്റിച്ച രൂപത്തിൽ വെക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. തേങ്ങയൊന്നും ഇടണില്ല, സിമ്പിളായിട്ട് ഇത് മാത്രം കേട്ടോ. എന്നിട്ട് ഇതൊന്ന് വെന്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിലൂടെ കുറച്ച് വെളിച്ചെണ്ണ ഉണ്ടല്ലോ അതുകൊണ്ട് ഒഴിച്ചു കൊടുത്താൽ നല്ല അടിപൊളി ഇതാട്ടോ. അത് മാത്രം മതി നമുക്ക് ചോറിനാൻ കേട്ടോ. അങ്ങനെ നമ്മുടെ മുരിങ്ങ വറ്റിച്ചതും മീൻ കറിയും എല്ലാം റെഡിയായി. ആ ചോറൊക്കെ റെഡിയായി, പാത്രങ്ങളൊക്കെ നല്ല സെറ്റായി കഴുകി വെച്ച് എല്ലാം ഒതുക്കിട്ടോ. അപ്പോൾ ഈച്ചകളെ ശല്യം നല്ലോണം ഉണ്ട് കേട്ടോ. എത്ര തുടച്ചാലും ഈച്ചകളെ ശല്യം ഒന്നും പോണില്ല. ഇതിപ്പോൾ ഒരു വൈകുന്നേരം നമ്മളെ കാക്കു വന്നിട്ട് തറവാട്ടിക്ക് നമ്മളെ വീട് പണി ഉണ്ടല്ലോ അവിടെ പോയതാട്ടോ. അപ്പോൾ മേലൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കല്ലൊക്കെ ഇറക്കിയിരിക്കണ്. ഇതിപ്പോൾ നമ്മളന്ന് കുറ്റിയടി കണ്ടില്ലേ, അമ്മൂൻ്റെ കുട്ടീൻ്റെ തറപ്പണി അവിടെ തുടങ്ങിയിരിക്കണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾക്ക് 2 ബെഡിങ് തൈ വെച്ചിട്ടുണ്ടായിരുന്നു, പേരക്കയും ചിക്കൂട്ടോ. അപ്പോൾ പേരക്കയിൽ ഇതാ കായ ഇട്ടിരിക്കണം. ഞാൻ കുറേ ദിവസമായിട്ടോ കണ്ടിട്ട്, അന്ന് വെച്ചിട്ട് ആകെ ഒരു ദിവസം പിന്നെ നോക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇന്ന് വന്ന് നോക്കിയപ്പോൾ ഇതാ കുറേ കായകൾ, ചിക്കൂലും കുറേ കായ ഉണ്ടായിരിക്കണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് മേലത്തെ പണികൾ കഴിഞ്ഞിട്ട് വേണം കുറച്ചും കൂടി ബെഡിങ് തൈകൾ ഇറക്കാൻ കേട്ടോ. നമുക്ക് സ്ഥലമില്ലാത്തത് കൊണ്ട് ഇതുപോലെ ഡ്രമ്മിലൊക്കെ ആക്കി വെക്കണം എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് മാവും പ്ലാവും അതുപോലെ കുറേ ഫ്രൂട്ട്സിൻ്റെ ചെടികളൊക്കെ വാങ്ങി ഇങ്ങനെ വെക്കണമെന്ന് മനസ്സിലൊരു ആഗ്രഹം ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും മേലത്തെ വീട് പണിയൊക്കെ ഒന്ന് കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ തൽക്കാലം 2 വാങ്ങി ഇങ്ങനെ നമ്മൾ ടെസ്റ്റ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അതാ വേഗം തന്നെ കായ്ഫലമൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ നല്ലൊരു തന്നെയാണ് കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ പിന്നെ അമ്മൂൻ്റെ കുട്ടീൻ്റെ തറപ്പണി ഏകദേശം പകുതി ആയിട്ടുണ്ട്, കഴിയാനായിട്ടില്ല കേട്ടോ. അപ്പം നല്ല റോഡ് സൈഡ് തന്നെയാണ് കേട്ടോ. ഞങ്ങൾക്ക് സാധനങ്ങൾ കൊണ്ടുവരാനും ഇറക്കാനും ഒക്കെ നല്ല സൗകര്യമുള്ള സ്ഥലം തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മേലെ നിന്നുള്ള മഴ പെയ്തിട്ട് വെള്ളം ഒലിച്ചിറങ്ങുക കേട്ടോ ഇവിടെ. അപ്പോൾ സെൻട്രലാണ് നമ്മളെ സ്റ്റെയർ കേട്ടോ. അതുകൊണ്ട് മഴ പെയ്താൽ വെള്ളം മൊത്തം ഉള്ളിക്കാട്ടോ വരിക. അപ്പോൾ അത് ആകെ മണ്ണും വെള്ളവും ചളിയൊക്കെയാണ് കേട്ടോ. അപ്പോൾ മേലെ വാർത്ത് കഴിഞ്ഞാൽ മാത്രമേ കേട്ടോ നമുക്ക് ഈ വെള്ളം വരൽ നിൽക്കുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്കും സബ്ബൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം. എല്ലാവരോടും ഓക്കെ, ബൈ.